My dear students, welcome back. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ഫസ്റ്റ് പാർട്ട് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിനോടൊപ്പം ഡിമാൻഡ്, ഡിമാൻഡ് കർവ്, ലോ ഓഫ് ഡിമാൻഡ്, ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഫ്രം മാർജിനൽ യൂട്ടിലിറ്റി എന്നീ കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ, ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഫ്രം ഇൻഡിഫറൻസ് കർവ് ആൻഡ് ബജറ്റ് കൺസ്ട്രെയിന്റ് എന്നീ കാര്യങ്ങളാണ്. അതിനു മുമ്പായി ഫസ്റ്റ് പാർട്ടിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്നൊന്ന് നോക്കാം. ഡിമാൻഡിന്റെ ഡെഫിനിഷൻ എന്താണ്? The quantity of a commodity that a consumer is willing to buy and is able to afford at a given price and consumer's income is called demand for the commodity. നിങ്ങൾക്ക് ഓറഞ്ച് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ളത് കൊണ്ട് ഡിമാൻഡ് സാധ്യമാകുമോ? ഇല്ല. തീർച്ചയായും ആഗ്രഹം വേണം. വില്ലിംഗ് ടു ബൈ. ആഗ്രഹം മാത്രം പോരാ, വാങ്ങാനുള്ള ഇൻകം ഉണ്ടായിരിക്കണം. ഏബിൾ ടു അഫോർഡ്. ദെൻ പ്രൈസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഓറഞ്ച് വാങ്ങാൻ വില്ലിംഗ് ആണ്, നിങ്ങളുടെ കയ്യിൽ അതിനാവശ്യമായ ഇൻകവും ഉണ്ട്. എന്നാൽ വില ചോദിച്ചപ്പോൾ 150 രൂപ. വില കേട്ടപ്പോഴേ നിങ്ങൾ ഓറഞ്ച് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഒരു കമ്മോഡിറ്റി വാങ്ങണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതിൽ പ്രൈസിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് ഓറഞ്ച് എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ 150 രൂപ കൊടുത്താണെങ്കിലും ഓറഞ്ച് വാങ്ങാൻ തയ്യാറായെന്നിരിക്കും. ഒരാഗ്രഹം ഡിമാൻഡായി മാറണമെങ്കിൽ 4 കാര്യങ്ങൾ വേണം. 1. വില്ലിംഗ് ടു ബൈ. 2. ഏബിൾ ടു അഫോർഡ്. 3. പ്രൈസ്. 4. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഇനി ഡിമാൻഡിനെ ഡിഫൈൻ ചെയ്യാമോ? The quantity of a commodity that a consumer is willing to buy and is able to afford at given price and taste and preference is called demand. അങ്ങനെയെങ്കിൽ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, the price of the commodity itself. തീർച്ചയായും ഒരു സാധനം വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണ് വില. As price decreases, consumers buy more and price increases, consumers buy less. 30 രൂപയ്ക്ക് ഓറഞ്ച് കിട്ടുമെങ്കിൽ നമ്മൾ കൂടുതൽ വാങ്ങും. എന്നാൽ 150 രൂപയാണ് ഓറഞ്ചിൻ്റെ വിലയെങ്കിൽ അത്യാവശ്യമുണ്ടെങ്കിലേ വാങ്ങൂ. There is an inverse relation between the price and demand for a commodity. Second determining factor is price of other commodities. ചില ഗുഡ്സിൻ്റെ കേസിൽ മറ്റ് ഗുഡ്സിൻ്റെ വില സ്വാധീനിക്കാറുണ്ട്. അത്തരം ഗുഡ്സിനെ റിലേറ്റഡ് ഗുഡ്സ് എന്ന് വിളിക്കും. 2 തരം റിലേറ്റഡ് ഗുഡ്സ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഡിമാൻഡിനെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം. ഒന്നിന് പകരം ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. ആപ്പിൾ ജ്യൂസിന് വില കൂടുതലാണെങ്കിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോഫിക്ക് വില കൂടുതലാണെങ്കിൽ ടീ പകരം ഉപയോഗിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ ഒരു ഗുഡിൻ്റെ പ്രൈസും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ ഡിമാൻഡും ഒരേ ഡയറക്ഷനിലായിരിക്കും. ദ ഡിമാൻഡ് ഫോർ എ ഗുഡ് യൂഷ്വലി മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ പ്രൈസ് ഓഫ് ഇറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. കൺസിഡർ കോഫി ആൻഡ് ടീ. കോഫിയുടെ വില കൂടുന്നു, ടീയുടെ ഡിമാൻഡ് കൂടുന്നു. കോഫിയുടെ വിലയും ടീയുടെ ഡിമാൻഡും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ദ ഡിമാൻഡ് ഫോർ എ ഗുഡ് യൂഷ്വലി മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ പ്രൈസ് ഓഫ് ഇറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അടുത്തതായി കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഡിമാൻഡിനെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം. ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂം ടുഗദർ ആർ കോൾഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഗുഡ്സിന് എക്സാമ്പിൾസ് ആണ് ടീ ആൻഡ് ഷുഗർ, ഷൂസ് ആൻഡ് സോക്സ്, പെൻ ആൻഡ് ഇങ്ക് എക്സെട്ര. കൺസിഡർ ഷുഗർ ആൻഡ് ടീ. ഷുഗറിന് വില കൂടിയാൽ ടീയുടെ വിലയും കൂടും. അപ്പോൾ ടീയുടെ ഡിമാൻഡ് കുറയും. ഷുഗറിൻ്റെ വില കൂടുന്നു, ടീയുടെ ഡിമാൻഡ് കുറയുന്നു. ഷുഗറിൻ്റെ വിലയും ടീയുടെ ഡിമാൻഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ദ ഡിമാൻഡ് ഫോർ എ ഗുഡ് മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ പ്രൈസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. Another determining factor of demand is income of the consumer. The relation between income and demand depends on the nature of goods.
നമ്മൾ 3 തരം ഗുഡ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ് ആൻഡ് ഗിഫൺ ഗുഡ്. ഫസ്റ്റ് ഈസ് നോർമൽ ഗുഡ്. കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ഫോർ എ നോർമൽ ഗുഡ് മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. സച്ച് ഗുഡ്സ് ആർ കോൾഡ് നോർമൽ ഗുഡ്സ്. മിക്ക ഗുഡ്സും ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയും ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നവയാണ്. ഇത്തരം ഗുഡ്സിനെ നോർമൽ ഗുഡ്സ് എന്ന് പറയുന്നു. നോർമൽ ഗുഡ്സിന് എക്സാമ്പിൾ പറയാമോ? അതെ, ഫുഡ് ഐറ്റംസ്, ക്ലോത്തിങ്, ഹോം അപ്ലയൻസസ് ലൈക്ക് TV, AC ഇവയൊക്കെ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്ന ഗുഡ്സാണ്. നെക്സ്റ്റ് ഈസ് ഇൻഫീരിയർ ഗുഡ്സ്. As the income of the consumer increases, the demand for an inferior good falls, and as the income decreases, the demand for an inferior good rises. നോർമൽ ഗുഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതെ, ഇൻകം കൂടുമ്പോൾ ഡിമാൻഡും കൂടുന്നു. എന്നാൽ ഇൻഫീരിയർ ഗുഡ്സിന് ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. ഫോർ എക്സാമ്പിൾ, ഇൻകം കുറവാണെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യും. ഇൻകം കൂടുമ്പോൾ യാത്ര കാറിലാകും. ഇൻകം കൂടിയപ്പോൾ ബസ് ഇൻഫീരിയർ ഗുഡായി. ഇൻകം കുറവുള്ളപ്പോൾ ഫീച്ചേർഡ് ഫോൺ യൂസ് ചെയ്യും. ഇൻകം കൂടുമ്പോൾ സ്മാർട്ട് ഫോൺ വാങ്ങും. ഫീച്ചേർഡ് ഫോൺ ഇൻഫീരിയർ ഗുഡായി മാറി. ഇൻകം കുറവായിരുന്നപ്പോൾ ആൾട്ടോ കാർ പ്രിയമായിരുന്നു. ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോൾ ബെൻസാണ് പ്രിയം. ആൾട്ടോ ഇൻഫീരിയർ ഗുഡായി. വരുമാനം കുറവായിരുന്നപ്പോൾ റേഷൻ ഷോപ്പിലെ ഗുഡ്സിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. മില്ലണയർ ആയപ്പോൾ ആ ഗുഡ്സ് ഇൻഫീരിയർ ആയി മാറി. ഇൻകവും ഡിമാൻഡുമായിട്ട് ഓപ്പോസിറ്റ് റിലേഷനുള്ള ഗുഡ്സാണ് ഇൻഫീരിയർ ഗുഡ്സ്. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്ന തരത്തിലുള്ള ഗുഡ്സ്. തേർഡ് വൺ, ഗിഫൺ ഗുഡ്. ദോസ് ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് ഹൂസ് ഡിമാൻഡ് വുഡ് ബി പോസിറ്റീവ്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് പ്രൈസ് ഈസ് കോൾഡ് എ ഗിഫൺ ഗുഡ്. ചില ഇൻഫീരിയർ ഗുഡ്സിന് വില കൂടിയാലും ഡിമാൻഡ് കുറയുന്നില്ല. ഇൻഫീരിയർ ഗുഡായി കണക്കാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പൊട്ടറ്റോ. എന്നാൽ ഇതൊരു എസെൻഷ്യൽ ഗുഡ് ആയതിനാലും ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ലാത്തതിനാലും പ്രൈസ് കൂടിയാലും ഡിമാൻഡ് കുറയാറില്ല. അതർ എക്സാമ്പിൾസ് ആർ ബ്രെഡ്, വീറ്റ്, റൈസ് എക്സെട്ര. നെക്സ്റ്റ് ഡിറ്റർമിനിങ് ഫാക്ടർ ഓഫ് ഡിമാൻഡ് ഈസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. When the taste of a consumer for a particular good increases, demand for that good also increases. പല ഫ്ലേവറിലുള്ള ഐസ്ക്രീംസ് ഉണ്ട്. എല്ലാവർക്കും ചോക്ലേറ്റ് ആണോ ഇഷ്ടം? അല്ല, ഓരോരുത്തർക്കും ഓരോ ഫ്ലേവറാണ് ഇഷ്ടം. ടേസ്റ്റ് അനുസരിച്ച് പ്രിഫറൻസും ചേഞ്ച് ചെയ്യുന്നു. ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടവ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ് ഡിറ്റർമിനിങ് ഫാക്ടേഴ്സ് ഓഫ് ഡിമാൻഡ്? അതെ, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇറ്റ്സെൽഫ്, പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. Among these determining factors of demand, the relation between the quantity of a good and its price is very important. This relation is called the demand function. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധമാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന മറ്റ് ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതെ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എക്സെട്ര. ഈ ഘടകങ്ങൾ സ്ഥിരമാണെന്ന അസംഷനിലാണ് ഡിമാൻഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ്, അല്ലെങ്കിൽ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം പ്രൈസിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. This relation between demand and price can be written as x equal to f of p. X is the function of price. X denotes the quantity and p denotes the price. X equal to f of p means the consumer's demand for a good as a function of its price. At a price, quantity demand എത്ര? വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഫംഗ്ഷൻ ചെയ്യുന്നത് പ്രൈസാണ്. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റമുണ്ടാക്കുന്നത്. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡ് പ്രൈസിനെ ആശ്രയിച്ചിരിക്കുന്നു. ഡിമാൻഡ് കർവ് ഈസ് എ ഗ്രാഫിക് പ്രസൻറ്റേഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ. സപ്പോസ് P or price is ₹5, X or quantity demand is 4 units. Then P increased to 10, quantity demand falls to 2.
Again, P increased to 15, quantity demand falls to 1. It is a functional relationship between demand and price. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നതായി കാണാം. ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവും ലോ ഓഫ് ഡിമാൻഡും നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചതാണ്. ഓർക്കുന്നുണ്ടോ? ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്താണ്? യെസ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കുന്നത്? അതെ, പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഡിമാൻഡ് കർവ് നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ആകാൻ കാരണം. ദിസ് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഈസ് കോൾഡ് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പഠിച്ചതാണ്. ഡിഫൈൻ ചെയ്യാമോ? യെസ്, വെരി ഗുഡ്. Law of demand states that other things being equal, there is a negative relationship between demand for a commodity and its price. Other things being equal എന്ന് പറഞ്ഞാൽ മറ്റ് ഘടകങ്ങൾക്ക് മാറ്റമില്ല. അതായത് ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ഇവയ്ക്കൊന്നും മാറ്റമില്ലെങ്കിൽ ഡിമാൻഡും പ്രൈസും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. I think from this demand schedule and demand curve you understand the demand function and law of demand. ഒരു ഫംഗ്ഷൻ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. കൺസിഡർ ദ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. y ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഫംഗ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് ഏത് ഫാക്ടറാണ്? എക്സ്. എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ്. അതായത് എക്സിനുണ്ടാകുന്ന മാറ്റങ്ങളെ ആശ്രയിച്ചാണ് വൈക്ക് മാറ്റമുണ്ടാകുന്നത്. ഡിമാൻഡ് ഫംഗ്ഷനിൽ നമുക്കറിയാം പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഡിമാൻഡിൽ മാറ്റമുണ്ടാകുന്നത്. നമുക്കിവിടെ എക്സിനെ പ്രൈസായും വൈയെ ക്വാണ്ടിറ്റിയായും കണക്കാക്കാം. സപ്പോസ് എക്സ് ഇൻക്രീസ് ചെയ്യുന്നു, ആസ് എ റിസൾട്ട് വൈയും ഇൻക്രീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ എക്സ് ഡിക്രീസ് ചെയ്യുന്നു, വൈയും ഡിക്രീസ് ചെയ്യുന്നു. അതായത് രണ്ട് വേരിയബിൾസും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഫംഗ്ഷനെ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഇൻ കേസ് ഓഫ് ലക്ഷറി ഗുഡ്സ്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈസും ഡിമാൻഡും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. സപ്പോസ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ രണ്ട് വേരിയബിൾസും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇത്തരം ഫംഗ്ഷനെ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചപ്പോൾ ഇൻവേഴ്സ് റിലേഷൻ, നെഗറ്റീവ് റിലേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതെല്ലാം ഡിക്രീസിങ് ഫംഗ്ഷനാണ്. ഇൻക്രീസിങ് ഫംഗ്ഷൻ, കൺസിഡർ ദ ഫംഗ്ഷൻ y ഈക്വൽ ടു 3 പ്ലസ് എക്സ്. സപ്പോസ് എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ വൈയുടെ വാല്യൂ 3 പ്ലസ് 1 ഈക്വൽ ടു 4. ദെൻ എക്സ് ഈക്വൽ ടു 2, y ഈക്വൽ ടു 5. ദെൻ എക്സ് ഈക്വൽ ടു 3, y ഈക്വൽ ടു 6. എക്സ് ഈക്വൽ ടു 4, y ഈക്വൽ ടു 7. എക്സിൻ്റെ വാല്യൂസാണ് വൈയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ എക്സിനെ പ്രൈസായും ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ വൈയെ ക്വാണ്ടിറ്റി ഡിമാൻഡായും കണക്കാക്കാം. ഇവിടെ രണ്ട് വേരിയബിൾസും ഒരേ ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ഇത് നമുക്കൊരു ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ പ്രൈസ് വൈ ആക്സിസിലും ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ ക്വാണ്ടിറ്റി എക്സ് ആക്സിസിലും മാർക്ക് ചെയ്യുന്നു. ദ ഗ്രാഫ് ഓഫ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഈസ് അപ്വേർഡ് സ്ലോപ്പിംഗ്. ഡിക്രീസിങ് ഫംഗ്ഷൻ, കൺസിഡർ അനദർ ഫംഗ്ഷൻ y ഈക്വൽ ടു 50 മൈനസ് എക്സ്. എക്സിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ വൈയുടെ വാല്യൂ 40. എക്സ് ഈസ് 20, വൈ ഈസ് 30. എക്സ് ഈസ് 30, വൈ ഈസ് 20. എക്സ് ഈസ് 40, വൈ ഈസ് 10. ഇവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, എന്നാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ വൈ ഓർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. ഇതൊരു ഡിക്രീസിങ് ഫംഗ്ഷനാണ്. The graph of a decreasing function is downward sloping.
സാധാരണ നോർമൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. In the first part of this lesson, we learned that how to derive demand curve from marginal utility curve. Here we are going to learn how to derive demand curve from indifference curves and budget constraints. Indifference curve, budget constraint ഇവയിൽ നിന്ന് ഡിമാൻഡ് കർവ് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് നോക്കാം. Units of oranges are represented along the horizontal axis and units of apples are represented along the vertical axis. AB is the budget line and IC1 is the indifference curve tangent to the budget line. കഴിഞ്ഞ ക്ലാസ്സിൽ ഒപ്റ്റിമം ചോയ്സ് പഠിച്ചതാണ്. Which is the optimum choice of the consumer? Okay, C is the optimum choice. At point C, the consumer can buy x1 units of oranges and x2 units of apples. Suppose the price of oranges falls from P1 to P1 dash. ഫസ്റ്റ് ഗുഡിൻ്റെ പ്രൈസ് ഫോൾ ചെയ്താൽ ബഡ്ജറ്റ് ലൈന് എന്ത് ചേഞ്ച് സംഭവിക്കുമെന്നാണ് നമ്മൾ പഠിച്ചത്? അതെ, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് വിൽ ഇൻക്രീസ്. നൗ we get a new budget line AB dash. The purchasing power of the consumer increases and point D is the new optimum choice. At point D, the consumer can buy more of good one, that is X1 dash. The price of oranges further falls. The consumer's budget line will shift to AB double dash. Which is the new optimum bundle? Yes, E is the new optimum bundle. Now the consumer can buy X1 double dash quantity of oranges. Now let us derive the demand curve from the indifference curves and budget constraints. Units of oranges on x-axis and price of oranges on y-axis. പ്രൈസ് ചേഞ്ച് ഉണ്ടായ ഗുഡാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ക്വാണ്ടിറ്റി ഓഫ് ഓറഞ്ച്, ദാറ്റ് ഈസ് x1 ക്യാൻ ബി ഷോൺ ഓൺ ലോവർ ഗ്രാഫ് വിച്ച് ഈസ് പർച്ചേസ്ഡ് അറ്റ് P1 പ്രൈസ്. വെൻ ദ പ്രൈസ് ഫോൾസ് ടു P1 ഡാഷ്, ദ കൺസ്യൂമർ ക്യാൻ ബൈ മോർ, ദാറ്റ് ഈസ് x1 ഡാഷ്. ദ പ്രൈസ് ഫർദർ ഫോൾസ് ടു P1 ഡബിൾ ഡാഷ്, ദ കൺസ്യൂമർ ക്യാൻ ബൈ x1 ഡബിൾ ഡാഷ്. ഇവിടെ ഓറഞ്ചിൻ്റെ വില കുറഞ്ഞപ്പോൾ കൺസ്യൂമർ കൂടുതൽ ഓറഞ്ച് ഡിമാൻഡ് ചെയ്യുന്നതായി കാണാം. സോ ദ ഡിറൈവ്ഡ് ഡിമാൻഡ് കർവ് ഓഫ് ഓറഞ്ച് ഈസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ്. എ ഡ്രോപ്പ് ഇൻ പ്രൈസ് ഓഫ് എ ഗുഡ് റിസൾട്ട്സ് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് ഗുഡ് പർച്ചേസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഹു മാക്സിമൈസസ് ഹിസ് യൂട്ടിലിറ്റി. ദ ഡിമാൻഡ് കർവ് ഫോർ ദ ചീപ്പർ ഗുഡ് ഈസ് ദസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ്. Negative slope of the demand curve explained two effects, namely substitution effect and income effect. First one, substitution effect. Price of a good become cheaper. The consumer maximizes his utility by substituting this cheaper good in the place of the costlier good. This results an increase in demand for the cheaper good. In the diagram, ഓറഞ്ചിൻ്റെ വില കുറഞ്ഞപ്പോൾ കൺസ്യൂമേഴ്സ് കൂടുതൽ ഓറഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ദിസ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. പ്രൈസ് കുറഞ്ഞ ഗുഡിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. സെക്കൻഡ് എഫക്റ്റ് ഓഫ് ദ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ഈസ് ഇൻകം എഫക്റ്റ്. ദ ചേഞ്ച് ഇൻ ദ ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് വെൻ ദ പർച്ചേസിംഗ് പവർ ചേഞ്ചസ് consequent upon a change in the price of the good is called income effect. Look at the diagram. ഇവിടെ ഒപ്റ്റിമൽ ചോയ്സ് സിയിൽ നിന്ന് ഡിയിലേക്കും ഡിയിൽ നിന്ന് ഇയിലേക്കും മൂവ് ചെയ്തത്, അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തത് ഇൻകം കൂടിയത് കൊണ്ടല്ല, മറിച്ച് ഓറഞ്ചിൻ്റെ വില കുറഞ്ഞത് കൊണ്ടാണ്. ഇൻകത്തിൽ വ്യത്യാസമില്ല, എന്നാൽ വില കുറഞ്ഞതിൻ്റെ ഫലമായി പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ചെയ്യുന്നതിനാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ്. വാട്ട് ഡു യു മീൻ ബൈ നോർമൽ ഗുഡ്?
ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയും ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്ന ഗുഡ്സാണ് നോർമൽ ഗുഡ്സ്. വാട്ട് യു മീൻ ബൈ ആൻ ഇൻഫീരിയർ ഗുഡ്? ഗിവ് എക്സാമ്പിൾ. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്ന ഗുഡ്സാണ് ഇൻഫീരിയർ ഗുഡ്സ്. എക്സാമ്പിൾ, ലോ ക്വാളിറ്റി ഫുഡ് ഐറ്റംസ് ലൈക്ക് കോസ് cereals. വാട്ട് യു മീൻ ബൈ സബ്സ്റ്റിറ്റ്യൂട്ട്സ്? ഗിവ് എക്സാമ്പിൾ. ഒന്നിന് പകരം ഉപയോഗിക്കാവുന്ന ഗുഡ്സാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. എക്സാമ്പിൾ, ടീ ആൻഡ് കോഫി. വാട്ട് യു മീൻ ബൈ കോംപ്ലിമെൻറ്റ്സ്? ഗിവ് എക്സാമ്പിൾ. ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂംഡ് ടുഗദർ ആർ കോൾഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. എക്സാമ്പിൾ, ടീ ആൻഡ് ഷുഗർ. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തി നോട്ട്ബുക്കിലേക്ക് എഴുതുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ഇംപ്രൂവ് യുവർ നോളജ്. താങ്ക് യു.